ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കൊക്കെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ കിച്ചണിലെത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ അപ്പമാണ്. ഇക്കാൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചില്ല, ഇന്നാലോ കുറച്ചുണ്ട് അങ്ങനത്തെ ഒരു റെസിപ്പി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ മാവിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മാവ് ഉണ്ടാക്കിക്കണമെന്നാണെങ്കിൽ മൈദപ്പൊടി ഉണ്ട്, ആട്ടപ്പൊടി ഉണ്ട്, റവ ഉണ്ട്, അരിപ്പൊടി ഉണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ട് തേങ്ങയും ഉപ്പും വെള്ളം കൂടെ ആക്കിയിട്ട് കുഴച്ച് മാവ് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അത് നമ്മൾ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ദോശച്ചട്ടിയിൽ ഇങ്ങോട്ട് ചുട്ടെടുക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ നമ്മൾ ഈ അപ്പം റെഡിയാണ് കേട്ടോ. ഇലയപ്പരത്തിന്നോ അല്ലെങ്കിൽ എന്താ മൈദപ്പം എന്നോ ഒക്കെ പറയും. മൈദ കൂടുതൽ ചേർത്തുണ്ടാക്കുമ്പോൾ അങ്ങനെ പറയാം, എന്ത് പേരിൽ വിളിക്കുക. പക്ഷേങ്കിൽ ഇത് പേരൊക്കെ വ്യത്യാസമാണെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഇത് വാഴൻ്റെ ഇല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ചുട്ടെടുത്താലും മതി കേട്ടോ. പഴമയുടെ രുചിക്കൂട്ടായതുകൊണ്ട് തന്നെ ഞാനിത് വിറകടുപ്പത്ത് തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ അതിന് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരണ്ട, ഉള്ള ടേസ്റ്റ് നല്ലപോലെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ വിറകൊക്കെ കത്തിച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. വാചകടി അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്കിന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് വിറകടുപ്പ് കത്തിച്ചിരിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കും. എങ്ങനെ ആയാലും നമുക്ക് കഴിച്ചാൽ പോരെ അല്ലേ. പക്ഷേങ്കിൽ വിറകടുപ്പിൽ ചിലത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കളയണ്ടല്ലോ അല്ലേ. ഇത് ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കലേ ചെറിയൊരു ടാസ്ക്കാണ്. നമ്മൾ സുരാജ് വെഞ്ഞാറോട് പറഞ്ഞ അറിയുന്നവർക്ക് എളുപ്പം, അറിയാത്തവർക്ക് ഭയങ്കര പാടാന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇതിൻ്റെ കാര്യം കേട്ടോ. ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ആയവർക്ക് ഇതിങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് പരത്തുക എന്നുള്ളത് വലിയ റിസ്ക് ഉള്ള സംഭവമൊന്നുമല്ല. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക്, പുതിയതായിട്ട് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഇത് ചെറിയൊരു ടാസ്ക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നോ പ്രോബ്ലം, അതങ്ങനെ ഓരോ ദിവസം ചെയ്ത് നമ്മളും അതിൻ്റെ പിന്നാലെ ആയിപ്പോയി നമ്മളെ കൈകളൊക്കെ അതിനാണ്ട് വഴങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാൻ്റെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിപ്പോയിരുന്നു ഇതെങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനും കുറേയൊക്കെ സെറ്റായി, ഫുള്ളായിട്ട് ഇങ്ങോട്ട് പഠിച്ചെന്ന് പറയാൻ വയ്യെങ്കിലും ഒരു ഇതൊക്കെ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ വട്ടം ചെയ്തിട്ട് ഫ്ലോപ്പായി പോയി എന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒട്ടും പിന്മാറരുത്, വിട്ട് കൊടുക്കില്ല എന്നുള്ള മനസ്സോടെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം അതങ്ങോട്ട് സക്സസ് ആയിട്ട് വരും. പിന്നെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു അപ്പത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, എന്തും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിയായില്ലെങ്കിൽ പിന്നെ അത് ഇട്ടിട്ട് പോണൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും ചെയ്യരുത്. വീണ്ടും ട്രൈ ചെയ്തിട്ട് നമ്മളതങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അപ്പൊക്കെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഞാൻ അതിലേക്കുള്ള കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ടും കൂടി അങ്ങോട്ട് ചെയ്താൽ പിന്നെ പണി എളുപ്പമാണ്, സമയം ലാഭമാണ്, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാനിതാ സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള വഴറ്റിയെടുക്കണം കേട്ടോ. കറി നമുക്കിന്ന് കടലയാണ്, തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഓൾറെഡി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മസാലക്കൂട്ട് ഗ്രേവി റെഡിയാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കടലക്കറി സെറ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ സവാളൊക്കെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ട് കറി ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ചില തക്കാളി ഉണ്ടല്ലോ, കാണുമ്പോൾ നല്ല ആപ്പിൾ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ചുവന്ന കളറും കാര്യമൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ചിലത് ഇങ്ങോട്ട് ഉടഞ്ഞു കിട്ടാനൊക്കെ ഭയങ്കര പാടാണല്ലേ. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊക്കെ വേവിച്ചാലും ഇടയ്ക്ക് അത് എത്ര നമ്മളിങ്ങോട്ട് കുക്ക് ചെയ്താലും ഇങ്ങോട്ട് വേവാത്ത പോലെയാണല്ലേ, അതിങ്ങോട്ട് ഹാർഡായിട്ട് അങ്ങനെ കിടക്കുന്നത് കാണാം. അത് മരുന്നടിക്കുന്നത് കൂടിയത് കൊണ്ടാണോ അതിൻ്റെ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര കടുപ്പുള്ള തക്കാളികളാണ് ചിലത് കിട്ടുന്നതില്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഏകദേശമൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് ഈ ഒരു ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ചിക്കൻ മസാല ചേർത്തിട്ടുള്ള കടലക്കറി കുറേ നമ്മൾ കണ്ടിക്കണില്ലേ, കുട്ടീസിനെ പറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. സ്മെല്ലടിക്കുമ്പോൾ ചിക്കൻ കറിയാണെന്ന് വിചാരിച്ചിട്ട് ഓടി വരും, പക്ഷേങ്കിൽ അടുത്തെത്തുമ്പോഴായിരിക്കും അത് കടലക്കറിയായി മാറുന്നത്. അപ്പോൾ അതേ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനും ചെയ്യുന്നത്. ചിക്കൻ പൊരിച്ചതിൻ്റെ മസാല പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചിക്കൻ പൊരിക്കണയിൽ ഇതുവരെ ഞാനങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം
കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. പിന്നെ അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കടലക്കറിയിൽ അതങ്ങോട്ട് ട്രൈ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അത് മസാലക്കൂട്ടുകളൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എണ്ണയിൽ മുരിഞ്ഞിട്ടുള്ള ആ മസാലക്കൂട്ടിലേക്ക് അങ്ങോട്ട് കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അടിപൊളിയാണല്ലേ. കടലക്കറീനെ എവിടെ നിന്ന് കിട്ടിയാലും കഴിക്കാൻ പാകത്തിനുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ വാട്ടി തിരുമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതാ നമ്മളെ മസാലയൊക്കെ ഇങ്ങോട്ട് റോ ടേസ്റ്റൊക്കെ മാറി സെറ്റായി വന്നപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കടല ചെറുതായിട്ടൊക്കെ ഒന്നുകൊണ്ട് ഉടച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മളെ കറി റെഡി ഇട്ടാ. ചെറിയ ചെറിയ തിള വരുന്ന സമയത്ത് ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ അപ്പം റെഡിയായി, കറി റെഡിയായി, ഇനി കഴിക്കാം. ഇന്നത്തെ കടല 2 തരം ഉണ്ട് കേട്ടോ. നമ്മളെ പട്ടാണി കടലല്ലേ, അതിൻ്റെ ഒരു വെള്ള ടൈപ്പ് ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ കറി വെക്കാൻ ഉദ്ദേശിച്ചത്. അത് നോക്കുമ്പോൾ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളക്കടലയും കൂടി ചേർത്തിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും സംഗതി അടിപൊളിയാണ് കേട്ടോ. മോനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കറി. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ക്യാമറ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഉച്ചക്കത്തെ വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. എനിക്കെന്തോ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി. പിന്നെ എന്നെ മതി എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പോയി. വീഡിയോൻ്റെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് റെയിലുണ്ട്. അപ്പോൾ ട്രെയിൻ പോകുന്ന സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ വീണ്ടും ഓണായിട്ടുണ്ട്. കുറച്ചൊക്കെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ ഇങ്ങനെ വാടി തൂങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കിച്ചണിലെത്തിയപ്പോൾ കുറേ ദിവസമായിക്കണേ നിലക്കടല വാങ്ങി വെച്ചിട്ട് കേട്ടോ. വറുക്കണം എന്ന് വിചാരിക്കും. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെ ഇരിക്കണം, ഇതിങ്ങോട്ട് വറുത്ത കുപ്പിയിലാക്കി വെച്ചാൽ പിന്നെ തിന്നേണ്ട കാര്യം മക്കൾ നോക്കിക്കോളും. ടി വി ഒക്കെ കാണുമ്പോൾ കുറേശ്ശെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവരിത് കാലിയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വറുക്കാതെ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ കേടായിട്ടൊക്കെ പോകുമല്ലോ. അങ്ങനെ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ കഴുകിയിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എവിടേക്കേ കിടന്നിട്ട് എങ്ങനെയൊക്കെ വരുന്ന കടലയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ആണ് വറുത്തെടുക്കുന്നത്. ഉപ്പ് തിരുമാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ള പാത്രം അത്ര പോരാ. സാരമില്ല, നമുക്ക് സെറ്റാക്കാം കേട്ടോ. പാത്രം അതിൽ നിന്ന് മാറ്റിയിട്ട് വിറയിലിട്ടിട്ടാണ് പിന്നെ ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ കടലുണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നല്ല റേറ്റുമാണ്. വറുത്ത കടലൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കതത്ര തിന്നാൻ വേണ്ടിയുള്ളത് ഇല്ല അതിനും അല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ചിലവഴിച്ചിട്ട് റെഡിയാക്കി കൊടുത്താലുണ്ടല്ലോ, കുട്ടികൾക്ക് ആവശ്യത്തിന് കഴിക്കാനും ഉണ്ടാവും. അത്ര വലിയ റേറ്റും വരുന്നില്ല. പിന്നെ ഈ ഒരു ടൈമിൽ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാനും നല്ലതാണല്ലോ. നട്ട്സും ഇതേപോലത്തെ കടലുകളും ഒക്കെ ഈ ഒരു ടൈമിൽ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടെ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ തിരുമ്മിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ കുറച്ച് തിരക്കുള്ള സമയമാണ്. രാവിലത്തെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും അല്ലേ. കുട്ടികൾ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിച്ചണിൽ തന്നെ ആവും. അപ്പോൾ അതാ കടലൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഇക്കാൻ്റെ അമ്മ കുറേ ദിവസമായി കാവത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ ഇരുത്തണ്ട, വേഗം തന്നെ റെഡിയാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. കുട്ടികൾക്ക് കാവത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. എനിക്ക് അവർ കഴിക്കാത്ത ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കും അത്ര ഇൻട്രസ്റ്റ് തോന്നില്ല. ഞാൻ സ്വന്തം ഇരുന്ന് ഇങ്ങനെ കഴിക്കേണ്ടതെന്ന്. പിന്നെ ഇത് കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കണേ, കേടുവരുത്തി കളയാൻ കഴിയില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതോ കെമിക്കൽ ചേർത്തതോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നാളേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. എപ്പോഴും ദോശ തന്നെ ഉണ്ടാക്കുമ്പോൾ റിയമോള് 2 ദിവസമായി പറഞ്ഞു ഉമ്മച്ചി എന്താ ഇഡ്ഡലി ഉണ്ടാക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തന്നെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇതാ കുറേശ്ശായിട്ട് അരി അരച്ചെടുക്കുകയാണ്. ഞാനുണ്ടല്ലോ 3-4 പ്രാവശ്യം കഴുകിയിട്ടാണ് അരി സോക്ക് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ആ സോക്ക് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി അവിടെ കിടന്ന് അരഞ്ഞ് മാവ് പരുവായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ കടലയും കൂടി വറുത്തെടുക്കട്ടെ. ഒരു ഭാഗത്തന്നെ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പണികളൊക്കെ അപ്പുറത്ത് അങ്ങനെ കിടക്കും. അപ്പോൾ ഒരേ ടൈമിൽ എന്തൊക്കെ പണികൾ കിച്ചണിൽ തീർക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ തീർക്കാൻ നോക്കൂട്ടോ. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളിൽ വന്നാൽ അവർ ലഞ്ച് ബോക്സ് കഴുകുക, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള പണികൾ അതും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് വേണം കിച്ചണിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാനെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരേ സമയം 2-3 പണികളൊക്കെ വേഗം ഇങ്ങോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടല വറക്കാൻ എപ്പോഴും ഇരുമ്പ് ചട്ടിയൊക്കെ തന്നെയാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ കുത്തി ഇളക്കി ഭയങ്കര സ്പീഡിലായിട്ട് ചെയ്യുന്ന സമയത്ത് അധികം കനമൊന്നുമില്ലാത്ത അലുമിനിയത്തിൻ്റെ ചട്ടിയൊക്കെ വെച്ച് അതിങ്ങനെ സ്റ്റൗവിൽ കിടന്ന് ഡാൻസ് കളിക്കുമല്ലോ. ഇതാവുമ്പോൾ അവിടെ സ്റ്റഡിയിൽ അവിടെ ഇരുന്നോളൂ. പിന്നെ നല്ല പോലെ ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയോളം നല്ലതായിട്ട് വേറെ ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് വറുത്തെടുക്കുന്നത്.
അപ്പോൾ ഇതാ കടലക്കട വറുത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മാവൊക്കെ ഇവിടെ അരഞ്ഞ് സെറ്റായിട്ടാണ് ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അരച്ചിട്ട് റെഡി ആക്കിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ വേണ്ട, രാവിലെ എടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടൊക്കെ ഉള്ളതുകൊണ്ട് മാവ് പൊങ്ങണ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി. രാവിലത്തെ കാര്യത്തിൽ ഇനി ഒരു പേടിയും ഇല്ല അല്ലേ. രാവിലെ എണീച്ച് വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് കൊടുക്കും എങ്ങനെ കൊടുക്കുന്നൊന്നും ചിന്തിക്കേണ്ട, അതവിടെ സെറ്റാണ്. അപ്പോഴേക്കും നമ്മളെ കടലയും കൂടെ വറുത്ത് റെഡിയാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, എനിക്ക് പിന്നീടൊരു പണി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കടല അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളത് കഴിക്കും. പിന്നെ ബെഡ്റൂമിലോ ഹാളിലോ ഒക്കെ ഇതിൻ്റെ തൊലി തന്നെ ആയിരിക്കും, അടിച്ചാലും തുടച്ചാലും പോവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അതങ്ങോട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ബോട്ടിലാക്കി വെച്ചാൽ പിന്നെ അത്ര തൊലി റൂമിലൊന്നും കളയുന്ന പ്രശ്നം വരുമല്ലോ. കാരണം അവർ കളഞ്ഞിട്ട് പോകും, നമുക്കാണ് പണി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി വെച്ച് കൊടുത്താൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ കളയോ എന്നുള്ള ടെൻഷനില്ല. നമുക്ക് രാവിലെ അടിച്ച് വരുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയുകയും ചെയ്യും. മറ്റേത് ഹാളിലൊക്കെ മൊത്തം ഇതിൻ്റെ തൊലിയായിട്ട് എനിക്കിങ്ങനെ തലക്കിങ്ങനെ വട്ട് പിടിക്കുന്ന അവസ്ഥ വരലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡിന്നറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് എന്താ പറയുക, ചോറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് ചോറിനേക്കാളും ഇഷ്ടം രാത്രിയിൽ എന്തെങ്കിലും അപ്പങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് റവ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ്. രാത്രിയിൽ കടി ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. കാരണം നമ്മൾ മഗ്‌രിബ് നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല മടി വരലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മടിച്ചിട്ട് കാര്യമില്ല, ചോറ് നല്ല കുറവാണ് കേട്ടോ. പിന്നെ കുട്ടികളെ ഇഷ്ടത്തിന് വല്ലപ്പോഴൊക്കെ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതും അവർക്കൊരു പരാതിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ട് ഞാനിതാ കിച്ചണിൽ വന്നിട്ട് റവ ദോശ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ മുന്നേ ഏതൊക്കെയോ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയാം. റവ മൈദ രണ്ടും കൂടെ ഒരേ അളവിലെടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഉപ്പ് വെള്ളം ചേർത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസ് ആവാൻ വേണ്ട, എന്നാൽ നല്ല തിക്കായിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ റവ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അരച്ച മൈലാഞ്ചി ഇടാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്, അങ്ങനെ ഇട്ടതായിരുന്നു. പിന്നെ കിച്ചണിൽ കുക്കിങ്ങിനൊക്കെ വന്നപ്പോൾ അത് ഊരി കളഞ്ഞിട്ടുണ്ട്. നല്ലോണം ചോത്തിട്ടൊന്നുമില്ല, ഇനി ബാക്കി നമുക്ക് പിന്നീട് സെറ്റാക്കാം. അപ്പോൾ ഇതാ നമ്മൾ ദോശ മാവൊക്കെ നല്ലപോലെ റെസ്റ്റ് ചെയ്ത് 10 മിനിറ്റിൻ്റെ അധികം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദോശ റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ റെഡിയാക്കണ പോലെ തന്നെ പാന് ചൂടായി വരുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുത്താൽ മതി. ആദ്യത്തെ 1-2 എനിക്ക് ധൃതി ഓടിയതുകൊണ്ട് തന്നെ അത്ര നന്നായി കിട്ടിയിട്ടില്ല കേട്ടോ. ദോശൻ്റെ പാന് ചൂടാവണതിൻ്റെ മുന്നേ ദോശൻ്റെ മാവ് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ എന്താ പറയുക ഹോൾസൊന്നും വരാതെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്തതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ദോശ റെഡിയായി കിട്ടുക. ഇപ്പുറത്ത് ഇതാ ഞാൻ പാലും കൂടി തിളപ്പിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. കുങ്കുമം ചേർത്ത പാലിങ്ങനെ ഇടയ്ക്ക് കുടിക്കലുണ്ട് കേട്ടോ. സാധാരണ മക്കൾക്കും കൂടിയുള്ള പാല് കാച്ചെടുക്കലുണ്ട്. ഇന്നിപ്പോൾ അവർക്ക് വേണ്ടാന്നാണ് പറയണത് കേട്ടോ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് കളിക്കാൻ ആളുണ്ട്. നമുക്കൊന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇളച്ചൻ്റെ മോന് ഇവിടെ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് പാലും മോരും തൈരും ഒന്നും വേണ്ട കേട്ടോ. അവൻ്റെ കൂടെ കളിച്ചിട്ട് തന്നെ എൻ്റെ റിയമൊക്കൊന്നും മതിയാവണേ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് പാലെടുത്തിട്ട് തന്നെ കാച്ചിയെടുക്കണമല്ലോ കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ ഒരു രീതിയിൽ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് ഈ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതേപോലെ രാത്രിയിൽ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു എന്താ പറയുക ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിങ്ങനെ മുരിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്കും തന്നെ നമ്മളെ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുങ്കുമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒന്ന് കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് കുടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴേ ഇനിയും നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.